CBI-ക്കാര് വരട്ടോ. അത് എനിക്കെന്താ, അവര് മുമ്പ് വന്നിട്ടുള്ളല്ലേ. അന്നത്തെ അവസ്ഥയല്ല ഇന്ന്. അവിടെ സംഭവിച്ചതൊക്കെ ജനങ്ങൾ ഏതാണ്ട് മറന്ന മട്ട. CBI-ക്കാര് വീണ്ടും വന്ന എല്ലാ പ്ലാനും പൊളിയും. പ്ലാനോ? കാപ്ര തന്നെയല്ലേ പറഞ്ഞത് ആ സ്ഥലം കിട്ടുന്ന വരയ്ക്ക് അങ്ങ് വിറ്റേക്കാൻ. അതിന് വളരെ ബുദ്ധിമുട്ടിയ ഒരു ബയറെ ഉണ്ടാക്കിയത് എന്റെ സുഹൃത്ത് ഒരു ഡോക്ടർ ബാബു. അവിടെ ഒരു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ. അയാൾക്ക് ഈ ഭൂതത്തെയും വിശാലിനെയൊന്നും പേടിയില്ല. പക്ഷെ പോലീസ് കേസ് എന്നൊക്കെ കേട്ടാൽ അണിമംഗലം പാലത്തിനിപ്പുറത്ത് അയാൾ കാലെടുത്ത് കുത്തത്തില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? എങ്ങനെയാ അവരുടെ വരവ് തടയണം? തനിക്ക് ഭ്രാന്തമുണ്ടോ? അങ്ങനെ തടയാൻ ഞാൻ എല്ലാവർക്കും ശമ്പളം കൊടുക്കുന്നത്. അത് പറയണ്ട. CBI ഇനി അണിമംഗലത്ത് വരരുത്. ഏത് മാരണം ഉപയോഗിച്ചും അത് തടയണം. പണി 3 കഴിഞ്ഞു, അവരെ കണ്ടില്ലല്ലോ. രാവിലെ വരാന്ന് പറഞ്ഞതാ. അവർ വരില്ല. ഡോക്ടർക്ക് എന്താ എത്ര നിശ്ചയം? CBI അല്ല, ഇനി അതിനപ്പുറത്തൊരു പി കൂടെ ഉണ്ടെങ്കിൽ അതും വരില്ല. അത് പറയാൻ പറ്റത്തില്ല. അവൻ പല വേഷത്തിലും വരും. അന്ന് തന്നെ വന്നത് ഗമ ഡയറക്ടറായിട്ടല്ലേ? മെഗാ ഡയറക്ടറായിട്ടല്ലേ? ഒന്ന് പോടോ. മുകളിൽ തെക്കിനിയുടെ വാതിൽക്ക കെട്ടിവെച്ചിട്ടില്ലേ ഒരു രക്ഷ. അത് ചില്ലറ സാധനമല്ല. അത് വരുത്തില്ല അവരെ. IPS പേടിച്ച് വിറച്ചില്ല എന്ന്. രാവിലെ മുതലേ നോക്കിയിരിക്കായിരുന്നു സർ. ഞങ്ങൾ ഇടയ്ക്ക് ഒരല്പം താമസിക്കുന്നു. അകത്തേക്ക് പോവാം സർ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ആ കുളം ഒന്ന് കാണും. പോലീസ് സ്റ്റോക്ക് തേടിപ്പോയില്ലേ ആ കുളം? ഷുവർ സർ, അത് ആ ഭാഗത്താ. സർ, പോലീസ് സ്റ്റോക്ക് അന്ന് ഇവിടം വരെ വന്നിരുന്നു. ഇവിടെ ഒരു തമിഴൻ ഉണ്ടായിരുന്നല്ലോ, അയാളെവിടെ? അയാൾ അപ്പുറത്താണ് സർ താമസം. വേലുവിന്റെ വീട് എവിടെയാ? സ്വന്തം ഊര് വന്ന അമ്മയപ്പൻ. അങ്ങനെ കുറെ വർഷമായി കേട്ടാ. അമ്മയപ്പനോ? ആ, തമിഴ്നാട്ടിൽ അമ്മയപ്പൻ എന്നൊരു സ്ഥലമുണ്ട് ചാക്കോ. വാ വേലു, 2-3 കരിക്കിട്. ശരിയമ്മ. ഇവരെന്തിനാ വന്നത്? അന്വേഷിക്കാനോ അതോ പറമ്പളക്കാനോ? നിങ്ങളന്ന് ഏത് മുറിയിലാ കിടന്നിരുന്നേ? ദാ ആ മുറിയിലാ. ഞാൻ ശങ്കരൻ. അല്ല, ശങ്കരേട്ടൻ. ഈ വീട്ടിലെ ഓരോരുത്തരും എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും എല്ലാരും എനിക്കറിയാം. കൃഷ്ണൻ നായർ അല്ലേ? അല്ല, ഡോക്ടർ കൃഷ്ണൻ നായർ. ഓ, അത് വിട്ടു, സോറി. അതൊരു പോലല്ലേ? സൈ സർ, ഇവിടെയാ ആ കുട്ടിയുടെ ബോഡി കിടന്നത്. ഇതാണ് സർ അനിത പറഞ്ഞ ബെഡ്റൂം.
പരിശോധിക്കണമല്ലോ. നോ, അത് നടക്കില്ല. ആ കെട്ടിയിരിക്കുന്നത് രക്ഷയാണ്, അടക്കം. അത് പൊട്ടിച്ചകത്ത് കയറി പരിശോധന നടക്കില്ല. അങ്ങനെ കയറി വാശി പിടിക്കല്ലേ, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, പരിശോധിച്ചേ പറ്റൂ. പരിശോധന കഴിഞ്ഞ് നിങ്ങൾ പോകും. ഞങ്ങൾ കുറെ മനുഷ്യർ ഇവിടെ ജീവിക്കുന്ന കാര്യം മറക്കരുത്. മനസ്സിലായി. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കിയിട്ട് മുറി പരിശോധിക്കണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ പരിശോധിക്കാതെ നിവൃത്തിയില്ല. ആ മുറിയുടെ ഫോട്ടോയൊക്കെ പോലീസ് ഒരുപാട് എടുത്തിട്ടുണ്ട്, അത് നോക്കി പരിശോധിച്ചാ മതി. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം പറയുക, അതാണ് അതിന്റെ ഭംഗി. അതല്ലേ ശരി? ഈ രക്ഷ കെട്ടിയ ആളോട് തന്നെ നമുക്കതിന്റെ പോംവഴി ചോദിക്കാം. നിങ്ങൾക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാം. കാപ്പറെ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം എപ്പോഴാ വരികയെന്ന് അറിയില്ല. കാപ്ര വരട്ടെ, അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. കാപ്ര വരുമ്പോ അറിയിക്കാം, അപ്പ വന്നാ മതി. അത് പറ്റില്ലല്ലോ ഡോക്ടറെ, മുറി പരിശോധിക്കാതെ ഞങ്ങൾ പോവില്ല. எல்லாமே உடைஞ்சு போச்சு. கடவுளே, അയ്യോ എന്താ ഇത്? എന്റെ ഭഗവതി, ഇത്രയും വലിയ ഷെൽഫ് എങ്ങനെയാ മറിഞ്ഞു വീണത്? ഷെൽഫല്ല, ഊരയും വീഴും. എന്തൊക്കെ ദുരിതങ്ങളാണോ ഇവിടെ നടക്കാൻ പോണേ. മനുഷ്യന് അഹങ്കാരം കൂടിയാ ഇതിനപ്പുറവും നടക്കും. എന്താണ് സംഭവിച്ചത്? ഞാൻ അടുത്ത മുറിയിൽ വേല ചെഞ്ചിട്ടിരിക്കുമ്പോ വലിയ ചത്തം കേട്ട് ഓടി കൊണ്ട് നോക്കിയപ്പോ ദേ, കളി കാപ്രയോട് വേണ്ട. ചാക്കോ സർ, കാപ്രക്ക് എന്താ ഈ കുപ്പിയോടും ചില്ലിനോടും ഒക്കെ ഇത്ര ദേഷ്യം? ദേഷ്യമല്ലേ സർ, ഹോബിയാണ്. ഡോക്ടർക്ക് എങ്ങനെയാ ഇടയ്ക്കിടയ്ക്ക് ടൈമിംഗ് തെറ്റാറുണ്ടോ? ടൈമിങ്ങോ? എന്ത് ടൈമിങ്? അതൊക്കെ വഴിയെ മനസ്സിലായിക്കൊള്ളും. ഞങ്ങൾക്ക് ടൈമിംഗ് തെറ്റാറില്ല, തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളോട് സംസാരിച്ചോലൊന്നും അദ്ദേഹത്തോട് കയറി സംസാരിച്ചു കളയരുത്. ആളാരാണെന്ന് അറിയുവോ? തൃക്കണ്ണനാണ്, ശിവൻ. ഭസ്മാക്കി കളയും. ഓ, സൂക്ഷിച്ചോളാം. ഇപ്പോഴാണ് ശ്വാസം വീണ്. ഞാൻ എത്തിയില്ല, പിന്നെന്തിനാ ശ്വാസം മുട്ടുന്നത്? അതാണ് CBI-യിലെ ആളെയൊക്കെ മനസ്സിലായി. ഞാൻ സേതുരാമയ്യർ. ഇവരെ നിർബന്ധിച്ചിട്ടല്ല ഞാൻ വന്നത്. കാര്യമറിയാതെ വല്ലതും ചെയ്ത് ഒരു ബ്രാഹ്മണ ജന്മം പാഴാകരുത്. ആ ശാപം എന്നിലേക്കും വരും കുറച്ച്. അത് വേണ്ടെന്ന് കരുതിയില്ല. വളരെ സന്തോഷം. ഈ മഹാമനസ്കത ഞങ്ങളുടെ ഇവിടുത്തെ ജോലി തീരുന്നത് വരെ തുടർന്നാൽ നന്നായിരുന്നു. മുകളിലത്തെ പൂജാമുരുടെ വാതിലൊന്ന് തുറന്നു തരണം. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾക്കെതിരെയുള്ള രക്ഷയാണത്. ഞാൻ കിട്ടിയത് ഞാൻ അഴിച്ചു മാറ്റില്ല. എങ്കിൽ ആ ജോലി ഞങ്ങൾ ചെയ്യേണ്ടി വരും. അതിനുള്ള ശക്തിയും ധൈര്യവും ഉണ്ടോ എനിക്ക്? നിങ്ങളുടെ നിയമവും കേസും മഹസറും സാക്ഷിയും കോടതിയൊക്കെ വേറെ, ഇതിന്റെ നിയമം വേറെ. പ്രകൃതിയിൽ ഉറങ്ങിക്കിടക്കുന്ന സൂക്ഷ്മ ശക്തികളെ അഹങ്കാരം കയറി വിളിച്ചുണർത്തിയാൽ അകത്ത് കിടക്കുന്ന സാധനം എന്താണെന്ന് എനിക്കറിയാവോ? രക്തയക്ഷിയ. അവള് തന്റെ രക്തം ഊറ്റി കുടിക്കും. ഏതായാലും ഒരുപാട് രക്തം കൊതു കുടിക്കുന്നതല്ലേ, കുറെ യക്ഷ്യം കുടിക്കട്ടെ. ഇതിന്റെ നിയമം കുറെയൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നേരിടാനുള്ള പ്രതിരോധ ശക്തി, അറിവ്, വിദ്യ ഇതൊക്കെ ഉണ്ടോ കയ്യില്? അല്പമൊക്കെ അറിവ് ആർക്കും ഉണ്ടാവില്ലേ? എന്തൊക്കെ അറിയാം? അതെങ്ങനെയാ പറയാ? ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അറിയാവുന്നതാണെങ്കിൽ മറുപടി പറയാം. ബ്രാഹ്മണനല്ലേ, അവിടുന്ന് തുടങ്ങാം. ഓ,
ചോദ്യം: ബ്രാഹ്മണനാകാൻ യോഗ്യനാരാണ്? ഉയർന്ന ചിന്തയും ലളിതമായ ജീവിതവും നയിക്കുന്നവരാരും അതിന് യോഗ്യരാണ്. ചോദ്യം: ഗായത്രി ഒരു മന്ത്രമാണോ? അല്ല. കാരണം? ഗായത്രി വെറും മന്ത്രം മാത്രമല്ല, ഒരു മീറ്ററും കൂടിയാണ്. മീറ്റർ എന്ന് വെച്ചാൽ ഛന്ദസ്, ചൊല്ലേണ്ടുന്ന രീതി, സംഗീതത്തിൽ രാഗം പോലെ. ഗായത്രി എന്ന ഛന്ദസിൽ ചൊല്ലാവുന്ന മന്ത്രങ്ങൾ വേറെയുണ്ട്. ഏതും ചൊല്ലേണ്ടുന്ന രീതിയിൽ ചൊല്ലിയാൽ പൂർണ്ണ ഫലം കിട്ടും. നല്ലവണ്ണം വരുത്തനെ ഭഗവാനെ എന്നൊരാൾ പ്രാർത്ഥിച്ചു. അതിൽ നല്ലവണ്ണം ഒന്ന് അമർത്തി ചൊല്ലിയപ്പോ അയാൾക്ക് വണ്ണം കൂടി. മന്ത്രങ്ങളും അത് ചൊല്ലേണ്ടുന്ന വിധവും, ദാറ്റ്സ് മോഡുലേഷൻ, ഈസ് ഈക്വലി ഇമ്പോർട്ടന്റ്. അത് മാത്രമല്ല, അതൊരു സയൻസ് കൂടിയാണ്. എവറി സയൻസ് ഈസ് റൂൾഡ് ബൈ സർട്ടൻ ലോസ്. ചോദ്യം: സൂര്യൻ ഉദിക്കുന്നത് കിഴക്ക്? അല്ല. പിന്നെ? സൂര്യൻ എവിടെ ഉദിക്കുന്നുവോ അത് കിഴക്ക്. 360 ഡിഗ്രിയിൽ ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയും സൂര്യനും സ്വയം ചുറ്റുന്നുണ്ട് താനും. ഇവിടെ സ്ഥിരമായ ഒരു ദിക്കിന് എന്താണ് പ്രസക്തി? ഉദയം, അസ്തമയം, ദിക്ക്, ദിശ ഇതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ്. ദൈനംദിന ജീവിതത്തിലെ സമയാസമയങ്ങൾ തീർച്ചപ്പെടുത്താനുള്ള ഒരു കണക്ക്. വ്യാവഹാരിക സത്യം എന്ന് പറയും, ഹൈപ്പോതെസിസ്. അവസാനത്തെ ചോദ്യം: പഞ്ചഭൂതങ്ങളിൽ അഗ്നി, ആകാശം, ഭൂമി, വായു, ജലം, ഇതിൽ പ്രാധാന്യം അഗ്നിക്കാണെന്ന് പറയുന്നു. കാരണം? അഗ്നി പ്രകാശമാണ്. പ്രകാശമാണ് എല്ലാത്തിന്റെയും സാക്ഷി. പ്രകാശമാണ് ഊർജം. ഊർജമാണ് ജീവന്റെ ആധാരം. അത് അഗ്നിക്കുള്ള വിശേഷണങ്ങൾ. ഞാൻ ചോദിച്ചത് മറ്റു ഭൂതങ്ങളിൽ നിന്ന് അഗ്നിക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത എന്താണെന്നാണ്, വ്യത്യാസം എന്താണെന്നാണ്. എളുപ്പമല്ല അതിനുത്തരം. തോൽവി സമ്മതിക്കാം. പഞ്ചഭൂതങ്ങളിലൊന്നായ നാം ശ്വസിക്കുന്ന വായു ശരീരത്തെ ശുദ്ധമാക്കുന്നു. പക്ഷേ സ്വയം അശുദ്ധമായി കാർബൺ ഡൈ ഓക്സൈഡായി പുറത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ ജലം അഴുക്കുകളെ ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം സ്വയം അശുദ്ധമായി മലിനജലമാകും. അഗ്നിയാവട്ടെ വസ്തുക്കളെ ശുദ്ധീകരിക്കുന്നതല്ലാതെ സ്വയം അശുദ്ധമാകുന്നതേയില്ല. മറ്റു ഭൂതങ്ങളിൽ നിന്നും അഗ്നിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതൊരു ശാസ്ത്ര സത്യം കൂടിയാണ്. അതുതന്നെയാണ് എല്ലാ കർമ്മങ്ങൾക്കും അഗ്നി സാക്ഷിയാവാൻ കാരണം. അഗ്നിശുദ്ധി എന്ന് കേട്ടിട്ടില്ല. എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിച്ച് സ്വയം അശുദ്ധമാകാതിരിക്കുക. വളരെ വലിയൊരു തത്വം തന്നെ ഉണ്ട് അതില്. അഗ്നയെ ഇതം നമമ. പറഞ്ഞ മറുപടി ഒന്നിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഏതോ കേട്ടറിവ്. ഇനി എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ അത് വളരെ നിസ്സാരമാണ് സാർ. ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാൽ മതി. ഉള്ളി ഉണ്ടാകുന്നത് ഭൂമിക്കടിയിലാണോ മുകളിലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ നിന്ന് കൊച്ചിക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സേവിങ്സ് ബാങ്കിന് എത്ര ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പെട്ടെന്ന് ഇവിടുത്തെ മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും ചോദിച്ചാൽ ഞാൻ കൈമലർത്ത്. ചുരുക്കി പറഞ്ഞാൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിയാത്ത കാര്യങ്ങളാണ്. അറിവുള്ളവർ എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞില്ല, കാണിച്ചു. വലിയൊരു ഷോക്കാണ് നിങ്ങൾ എനിക്ക് തന്നത്. എന്തൊക്കെയോ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞു പോയ പോലൊരു തോന്നല്. നിങ്ങളെ പലതരത്തിലും തോൽപ്പിക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. മാപ്പ് തരണം, ക്ഷമ ചോദിക്കുന്നു. അയ്യോ, അങ്ങ് എന്നോട് ക്ഷമ ചോദിക്കുക. ഒരിക്കലും വരരുത്. മനസ്സിലൊരു ശത്രുവിനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. പോകുന്നത് പവിത്രതയും കൊണ്ടാ. വരട്ടെ. ഇയാളെ വിശ്വസിക്കാം. ഇയാളുടെ പക്കൽ വിജ്ഞാനമുണ്ട്, അത് പ്രയോഗിക്കാനുള്ള വിദ്യയുണ്ട്.